ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദോശയ്ക്കും അപ്പത്തിനും അരച്ച് വയ്ക്കാൻ മറന്നുപോകുന്ന അവസരങ്ങളിൽ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായി 1 മണിക്കൂർ നേരത്തിനുള്ളിൽ നല്ലൊരു സോഫ്റ്റ് അപ്പം തയ്യാറാക്കിയെടുക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 240 ml കപ്പിൽ 1 കപ്പ് റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ചിരവിയ തേങ്ങയും 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഈസ്റ്റുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കണം. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഇളം ചൂടുവെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. 240 ml കപ്പിൽ 1.5 കപ്പ് വെള്ളമാണ് എനിക്ക് ഇത് അരച്ചെടുക്കാനായിട്ട് ആവശ്യമായിട്ട് വന്നത്. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നുകൂടെ ഇളക്കി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ മാവ് ഞാനിവിടെ അരച്ചു കൊണ്ടുവന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കാം. നമുക്ക് സ്പൂൺ വെച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് തയ്യാറാക്കാം. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുമല്ലോ. ഇപ്പോൾ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഏകദേശം ഒരു അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്യാം. അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ സമയം നമുക്ക് ഇത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ടൊന്ന് വയ്ക്കാം. ഇപ്പോൾ ഞാൻ മൂടി തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ മാവെല്ലാം വളരെ നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി ചൂടായ ദോശത്തവയിലേക്ക് 1 സ്പൂൺ മാവ് ഇതുപോലെ കോരി ഒഴിച്ചാൽ മാത്രം മതി. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലേക്ക് ആക്കി വയ്ക്കുക. ഈ സമയത്ത് ഇതിലേക്ക് നല്ല ഓട്ടകൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നന്നായിട്ട് ഓട്ടകൾ വന്ന ഉടനെ തന്നെ നമുക്ക് ഒരു മൂടി കൊണ്ട് അത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റും പഞ്ഞി പോലെയുള്ളതായിട്ടുള്ള ഈ അപ്പം എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഈ പറഞ്ഞ അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. എനിക്കിവിടെ ഏകദേശം 10 അപ്പമാണ് ഈ അളവിൽ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായല്ലോ. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. രാവിലെ പെട്ടെന്ന് നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതേത് കറിയുടെ കൂടെയും നമുക്ക് ഇത് കഴിക്കാൻ സാധിക്കും. എത്ര നേരം വെച്ചാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.